Hey everyone, my topic is classification of phylum porifera. Introduction. Phylum porifera നമുക്ക് 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം based upon their chemical composition and structure of supporting skeleton. The classes are Calcispongiae, which is also called Calcarea, Dermospongiae, Hyalospongiae or Hexactinellida, and Homoscleromorpha. ഈ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് നാച്ചർ ഓഫ് സ്പിക്യൂളിന് ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. സ്പിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെലറ്റൽ സ്ട്രക്ചറാണ്. ഈ സ്പിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സിലിക്കേറ്റ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് ആകാം. സോ ഈ ഒരു ബേസിസിലാണ് ഫൈലം പോറിഫെറയെ നമ്മൾ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Commonly called calcareous sponge since their spicule are formed entirely of calcium carbonate. എന്ന് വെച്ചാൽ ഹിയർ ഓൾ ദ ഓർഗാനിസം possess spicule made up of calcium carbonate അല്ലെങ്കിൽ calcareous ആണ് ഇവരുടെ സ്പിക്യൂൾ എന്ന് പറയുന്നത്. They are most primitive of all sponges and are inhabitant of the shallow coastal water of sea all over the world. എന്ന് വെച്ചാൽ കരയോട് ചേർന്നാണ് കാണപ്പെടുക. എന്ന് വെച്ചാൽ ഡീപ്പ് വാട്ടർ, ഡീപ്പ് ഓഷ്യൻ ഒന്നുമല്ല, ഷാലോ വാട്ടർ ഓർഗാനിസം ആണ്. പിന്നെ കാൽക്കേരിയ വരുന്ന എല്ലാ സ്പോഞ്ചും സ്മോൾ ഇൻ സൈസ് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും, പിന്നെ ഒക്കേർഡ് ഇൻ കോളനി. ദർ ബോഡി ഈസ് സിലിണ്ട്രിക്കൽ ഓർ വേസ്റ്റ് ലൈക്ക് ഇൻ നേച്ചർ. സ്പിക്യൂൾ ആർ മോണോ ആക്സോണിക്. മോണോ ആക്സോണിക് എന്ന് പറഞ്ഞാൽ നീഡിൽ ലൈക്ക് സ്പിക്യൂൾ or tetraaxonic and are formed of calcium carbonate. പോറിഫെറയുടെ മെയിൻ പെക്യൂലാരിറ്റിയാണ് വാട്ടർ കനാൽ സിസ്റ്റം. അത് 3 ടൈപ്സ് ആണുള്ളത്: സൈക്കനോയിഡ്, ലൂക്കനോയിഡ് ആൻഡ് അസ്കനോയിഡ്. ആ ക്ലാസ് അനുസരിച്ചിട്ട് കാൽക്കേരിയയുടെ ബോഡി ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിലെ എക്സാമ്പിൾസ് ല്യൂക്കോസൊലീനിയ, സൈക്കൺ എക്സെട്ര. അടുത്ത ക്ലാസ്സാണ് ഡെമോസ്പോഞ്ചിയ. Dermospongia is the largest group of sponge. It includes nearly 80% of the sponge species. അവർ മോസ്റ്റ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവരൊന്നിക്കിൽ ഒറ്റക്കായി കാണപ്പെടും അല്ലെങ്കിൽ കോളനി വൈസായിട്ട് കാണപ്പെടും. ഫാമിലി സ്പോഞ്ചിലയുടെ എക്സെപ്ഷൻ ഒഴിച്ചാൽ ഓൾ മെമ്പേഴ്സ് ആർ എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ്. ദേ ആർ കോമ്പാക്ട്, മോസ്റ്റ്ലി മാസീവ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ് ബോഡി. The supporting spicules and formed of spongin and or silica but never of CaCO3. Spicule are monoaxonic or tetraaxonic and are differentiated into large megascales and small microscales. ചില സ്കെൽറ്റനിൽ ആബ്സെൻ്റ് ആയിരിക്കും. Spongocele is practically absent and a presence of contractile vacuole in freshwater species is a feature found in freshwater protozoan. അവർ ലൂക്കോയിഡ് ടൈപ്പ് ആയിരിക്കും. അവരുടെ മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പോഞ്ചിലെ ഹയാലോ സ്പോഞ്ചി വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഹെക്സാക്റ്റിനെല്ലിഡ. ഹയാലോ സ്പോഞ്ച് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പോഞ്ചിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഗ്ലാസ് സ്പോഞ്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ സ്കെലിറ്റൺ ഈസ് സംവാട്ട് ഗ്ലാസി. ലൂക്കോസൊലീനിയനെ പോലെ കരയോട് ചേർന്നിട്ടല്ല അവർ കാണാം. ദേ ആർ മോസ്റ്റ്ലി ഡീപ്പ് ഫോം, ലിവിങ് ഇൻ ദ ഡാർക്ക് ആൻഡ് കോൾഡ് അബേസൽ ഡെപ്ത്. ദേ ആർ അവർ ഒറ്റക്ക് കാണാം. ദേ ആർ സോളിറ്ററി ഫോം വിത്ത് സിലിണ്ട്രിക്കൽ ഓർ ഫണൽ ഷേപ്ഡ് ബോഡി ഹാവിങ് അസിമെട്രി ആൻഡ് സ്ട്രക്ചറൽ കംപ്ലെക്സിബിലിറ്റി. ബോഡി വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺട്രാക്റ്റൈൽ എലമെൻറ്റ്സ് ആർ ആബ്സെൻ്റ് ആണ്. ദ ഔട്ടർ ലെയർ ആൻഡ് ഇന്നർ ലെയർ ഫ്ലജലേറ്റ് layer of body wall are syncytial rather than cellular. Glass-like silica skeleton formed mostly of hexagonic spicule. Some cases spicule fused to form lattice-like skeleton. ഇതിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യുപ്ലക്ടലാണ്. ഇതിലെ കനാൽ സിസ്റ്റം സൈക്കനോയിഡ് ഓർ ലൂക്കനോയിഡ് ടൈപ്പ് ആണ്. ഹോമോസ്ക്ലീറോമോർഫ പോറിഫെറയുടെ ഏറ്റവും സ്മോളസ്റ്റ് ക്ലാസ് ആയിട്ടാണ് ഇതിനറിയപ്പെടുന്നത് ആൻഡ് വിച്ച് ഈസ് ഒറിജിനലി കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ഡെമോസ്പോഞ്ചിയ. ഡ്യൂ ടു അഡ്വാൻസ് ഇൻ യൂസിങ് ജനറ്റിക് ഡാറ്റ ടു റീകൺസ്ട്രക്ട് സ്പോഞ്ച് ഫൈലോജനി, ന്യൂലി റെക്കഗ്നൈസ്ഡ് ക്ലേഡ് വാസ് ഡിസ്കവേർഡ്. അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന 4th ക്ലാസ് ഓഫ് സ്പോഞ്ച് എന്ന് പറഞ്ഞിട്ടാണ്
ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡി എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേവ് എൻവിറോൺമെൻറ്റിലാണ് ഇതിൻ്റെ ഡൈവേഴ്സിറ്റി കണ്ടുവരുന്നതെന്നാണ്. എക്സാമ്പിൾസ് ല്യൂക്കോസൊലീനിയ ഫൈലം പോരിഫെറയിലെ ക്ലാസ് കാൽക്യോസ്പോഞ്ചിയിലെ ഒരു എക്സാമ്പിളാണ് ല്യൂക്കോസൊലീനിയ. ഇതെന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് സ്പോഞ്ചാണ്. ഇറ്റ് ഈസ് എ സ്മോൾ ഡെലിക്കേറ്റ് സെഡൻറ്ററി ബ്രാഞ്ചിങ്. താഴ്ന്ന ടൈഡ് മാർക്കുള്ളതിൻ്റെ അടിയിൽ ആഴം കുറഞ്ഞ പാറ കടൽ തീരത്ത് ആണ് താമസിക്കുന്നത്. ഈച്ച് ട്യൂബ് ഓരോ ട്യൂബും ഓരോ സ്പോഞ്ചോസീലിനെ എൻക്ലോസ് ചെയ്യാണ്. അത് ഒരു ഓസ്കുലം വഴി പുറത്തേക്ക് പോവാണ്. ഓരോ ട്യൂബിൻ്റെയും വാൾസ് കുറേ ഓസ്റ്റിയകളാൽ പോർസ് ഉള്ളതാണ്. അപ്പോൾ അതിലൂടെ വെള്ളം സ്പോഞ്ചോസീലിലൂടെ പ്രവേശിച്ചിട്ട് ഓസ്കുലത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ബോഡി വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡി വാൾ ഈസ് തിൻ ആൻഡ് കൺസിസ്റ്റ് ഔട്ടർ എപ്പിഡെർമിസ് വിച്ച് ഇസ് കോൾഡ് പിനാക്കോഡം ആൻഡ് ആൻ ഇന്നർ എപ്പിഡെർമിസ് കൊവാനോസൈറ്റ്. ഇതിന് ലോക്കോമോട്ടർ പവർ ഒന്നുമില്ല. ഫീഡിംഗ് എന്ന് പറയുന്നത് ബൈ മീൻസ് ഓഫ് കനാൽ സിസ്റ്റം വിച്ച് ഇസ് എസ്കനോയിഡ് ടൈപ്പ്. ഫുഡ് കംപ്രൈസസ് പ്ലാങ്ക്ടൺ ആൻഡ് അതർ ഓർഗാനിക് മാറ്റർ. Reproduction is by sexual and asexual form. Asexual reproduction is by budding. ഗമീറ്റ് അമീബോസൈറ്റിന് ഫോം ചെയ്തിട്ട് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് സീലിയേറ്റഡ് ലാർവെ കോൾഡ് പാരൻകൈമുല. ഇറ്റ് സ്വിം അബൌട്ട് ഫോർ എ ഫ്യൂ ഹവേഴ്സ് attached to a substratum and in a few days develop juvenile stage. It has a great power of regeneration. Spongilla is a sedentary branching colonial freshwater sponge. Due to the presence of Zooxanthellae, a green algae in their tissue, Spongilla species are generally green in color. Spongilla colony has a flat and branching base for attachment. Numerous vertical branch arising from it and the surface of the vertical tube bear numerous ostia which open to the spongiocyst. Canal system is of raglan type. Skeleton consists of network of silicous spicule embedded in spongin. Reproduction is by both sexual and asexual form. Asexual reproduction is by gamete. Sexual reproduction involve unusual free-swimming larvae. Euplectella. Euplectella commonly known as Venus flower basket എന്നാണ് because it is famous for its beautiful skeleton. It is a marine sponge found in deep water in Pacific Ocean. They are long curved and their skeleton contain hexactin silicous spicule. അവരുടെ ബോഡി പെർഫറേറ്റഡ് ബൈ ന്യൂമറസ് സ്പോർസ് ഉണ്ട് വിച്ച് ആർ നോട്ട് ട്രൂ ഓസ്റ്റിയ ബട്ട് സിംപ്ലി പാരറ്റൽ ഗ്യാപ്. അവരുടെ കനാൽ സിസ്റ്റം ഈസ് ഓഫ് സൈക്കനോയിഡ് ടൈപ്പ്. ഓസ്കുലം കവേർഡ് ഓവർ ബൈ എ സീവ് പ്ലേറ്റ്. In the spongiocyst often live a pair of male and female shrimp like symbionts which never escape. They can't move outside and they spend their entire life within the sponge.